അമേരിക്കൻ വിപണികളിൽ വാഹനങ്ങൾ വികസിപ്പിക്കുന്നതിനായി വിപുലമായ സാധ്യതകൾ കണ്ടെത്തുന്നതിനായി സ്റ്റെലാന്റിസുമായി ധാരണാപത്രം ഒപ്പുവെച്ച് ടാറ്റ മോട്ടോഴ്സിന്റെ ഉടമസ്ഥതയിലുള്ള ബ്രിട്ടീഷ് വാഹന നിർമ്മാതാക്കളായ ജാഗ്വാർ ലാൻഡ് റോവർ. വാഹനങ്ങൾക്കൊപ്പം ഇവയ്ക്കുള്ള സാങ്കേതിക വിദ്യകളും വികസിപ്പിക്കുന്നതിനുള്ള സഹകരണം ലക്ഷ്യമിട്ടാണ് ഈ രണ്ട് വാഹന നിർമ്മാതാക്കളും ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. അമേരിക്കൻ വാഹന വിപണിയിലെ ഒരു സുപ്രധാന കമ്പനിയുമായി ആദ്യമായാണ് ജാഗ്വാർ ലാൻഡ് റോവർ ധാരണാപത്രത്തിൽ ഒപ്പുവെക്കുന്നത്. ഇരു കമ്പനികളും തമ്മിലുള്ള സഹകരണം പുതിയ അവസരങ്ങൾ തുറക്കുന്നതിന് വഴിയൊരുക്കുമെന്നാണ് JLR പ്രതീക്ഷിക്കുന്നത്. സ്റ്റെലാന്റിസുമായുള്ള സഹകരണത്തിലൂടെ അമേരിക്കൻ വിപണിയിൽ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള വളർച്ചയ്ക്ക് വഴിയൊരുക്കുമെന്നും JRL മേധാവി ബാലാജി പറയുന്നു. സാങ്കേതിക വിദ്യകളും വികസിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ ഒരുക്കുകയാണ് JRL സ്റ്റെലാന്റിസ് കമ്പനിയുള്ള സുപ്രധാന ലക്ഷ്യം. ഇതിനൊപ്പം തന്നെ ഞങ്ങളുടെ ഉപഭോക്താക്കൾ ആഗ്രഹിക്കുന്ന വാഹനങ്ങളും എക്സ്പീരിയൻസും ഉറപ്പാക്കുകയെന്നതും ഞങ്ങളുടെ ലക്ഷ്യമാണെന്നും സ്റ്റെലാന്റിസ് CEO അന്റോണിയോ ഫിലോസ അഭിപ്രായപ്പെട്ടു. ഇന്ത്യയിലെ സ്റ്റെലാന്റിസിന്റെ വാഹന നിർമ്മാണം, എഞ്ചിനീയറിംഗ്, വാഹന വിതരണ നെറ്റ്വർക്കുകൾ എന്നിവയുടനീളം പ്രാദേശിക ആഗോള സഹകരണം ഉറപ്പാക്കുന്നതിനായി സ്റ്റെലാന്റിസ് ടാറ്റ മോട്ടോഴ്സുമായി 2026 ഫെബ്രുവരിയിൽ ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിരുന്നു. ടാറ്റ മോട്ടോഴ്സും സ്റ്റെലാന്റിസും തമ്മിൽ 20 വർഷത്തെ നിർമ്മാണ പങ്കാളിത്തമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ആഗോള വാഹന നിർമ്മാണ ഗ്രൂപ്പായ ഐഷർ മോട്ടോഴ്സിന്റെ 2025-26 സാമ്പത്തിക വർഷത്തിൽ ചരിത്ര നേട്ടം. കമ്പനിയുടെ ചരിത്രത്തിൽ ആദ്യമായി വാർഷിക സംയോജിത വരുമാനം 50,000 കോടി രൂപ കടന്നു. കമ്പനിയുടെ ഇരുചക്ര വാഹന വിഭാഗമായ റോയൽ എൻഫീൽഡിന്റെയും കൊമേഴ്ഷ്യൽ വാഹന വിഭാഗമായ വോൾവോ ഐഷർ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിന്റെയും മികച്ച പ്രകടനമാണ് ഈ റെക്കോർഡ് നേട്ടത്തിന് പിന്നിൽ. ഉൽപാദന ചെലവിന്റെ വർധനവ്, ആഗോള ഭൗമ രാഷ്ട്രീയ പ്രതിസന്ധികൾ, വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ എന്നിവ നിലനിന്നിട്ടും VECV ചരിത്രത്തിൽ ആദ്യമായി ഒരു സാമ്പത്തിക വർഷം 100,000-ലധികം വാഹനങ്ങൾ വിറ്റൊഴിക്കുന്ന റെക്കോർഡും ഇതോടൊപ്പം സ്വന്തമാക്കി. മുൻ വർഷത്തെ അപേക്ഷിച്ച് 15% വളർച്ചയോടെ 1,03,404 വാണിജ്യ വാഹനങ്ങളാണ് VECV ഈ സാമ്പത്തിക വർഷം വിറ്റഴിച്ചത്. കമ്പനിയുടെ ഏകീകൃത വരുമാനം 27,076.6 കോടി രൂപയായും നികുതിക്ക് ശേഷമുള്ള ലാഭം 1,471 കോടി രൂപയും ഉയർന്നു. ഹെവി ഡ്യൂട്ടി ട്രക്കുകൾ, ലൈറ്റ് മീഡിയം ഡ്യൂട്ടി ട്രക്കുകൾ, ബസ്സുകൾ, കയറ്റുമതി എന്നിവയെല്ലാം കമ്പനി മികച്ച വളർച്ച രേഖപ്പെടുത്തി. ഐഷറിന്റെ ഹെവി ഡ്യൂട്ടി ട്രക്ക് വിഭാഗം 25,000-ലധികം യൂണിറ്റുകൾ വിറ്റഴിച്ചപ്പോൾ ലൈറ്റ് ആൻഡ് മീഡിയം ഡ്യൂട്ടി ട്രക്ക് വിഭാഗം 48,000 യൂണിറ്റുകളുടെ വിൽപ്പനയോടെ വിപണിയിലെ 1ാം സ്ഥാനം നിലനിർത്തി. ആഗോള വിപണിയിലെ പ്രതിസന്ധികൾക്കിടയിലും കമ്പനിയുടെ കയറ്റുമതിയിൽ 35.6% വൻ വളർച്ചയുണ്ടായി. വോൾവോ ഗ്രൂപ്പുമായി ചേർന്ന് ഇന്ത്യയിൽ ഒരു പുതിയ വെഹിക്കിൾ ഫിനാൻസ് സംയുക്ത സംരംഭം ആരംഭിക്കുന്നതിനും കമ്പനി പ്രഖ്യാപിച്ചു. ഇത് വോൾവോ, VECV, റോയൽ എൻഫീൽഡ് ഉപഭോക്താക്കൾക്ക് കൂടുതൽ എളുപ്പത്തിൽ വാഹന വായ്പകൾ ലഭ്യമാക്കാൻ സഹായിക്കും. മാരുതി സുസുക്കിയുടെ നെക്സ ഡീലർഷിപ്പുകളിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന കാറാണ് ഫ്രോങ്സ്. ലോഞ്ച് ചെയ്തതു മുതൽ ഈ കോമ്പാക്ട് SUV ഉപഭോക്താക്കളുടെ ഹൃദയം കീഴടക്കി വരികയാണ്. നിലവിൽ ഇതിന്റെ പ്രാരംഭ ഷോറൂം വില 6,84,900 രൂപയാണ്. എന്നാൽ മെയ് അവസാനിക്കുന്നതോടെ വിലയിൽ വലിയ മാറ്റമുണ്ടാകും. ജൂൺ മുതൽ കമ്പനി 30,000 രൂപ വില വർധന പ്രഖ്യാപിച്ചിട്ടുണ്ട്. മോഡലുകൾ അനുസരിച്ചും വേരിയന്റുകൾ അനുസരിച്ചും കമ്പനി വ്യത്യസ്ത വില വർധനവുകൾ വരുത്തും. വർദ്ധിച്ചു വരുന്ന ഇൻപുട്ട് ചെലവുകളും പണപ്പെരുപ്പത്തിന്റെ നിരന്തരമായ സമ്മർദ്ദവുമാണ് ഇതിന്റെ പിന്നാലെ കാരണമെന്നാണ് മാരുതി പറയുന്നത്. ഇത് മാരുതി ഫ്രോങ്സിന്റെ വിലയെയും ബാധിക്കും. വേരിയന്റിനെ ആശ്രയിച്ച് വില വർധനവ് വ്യത്യാസപ്പെടും. എങ്കിലും അടിസ്ഥാന വേരിയന്റിന് ഏറ്റവും ഉയർന്ന വില വർധനവ് കമ്പനി കാണാനും ഉയർന്ന വേരിയന്റിന് കുറഞ്ഞ വേരിയന്റ് വില വർധനവ് കാണാനും സാധ്യതയുണ്ട്.